നേഴ്സ് ആണെങ്കിൽ ട്രീറ്റ്മെന്റിനായിട്ട് വന്ന ഒരു പിച്ചക്കാരന്റെ കയ്യിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു വാച്ച് കിടക്കുന്നത് കാണുന്നു. ആ ഒരു പിച്ചക്കാരന്റെ കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ട് തന്നെ അയാൾ ഏത് സമയമെങ്കിലും മരിക്കാന്ന് കരുതി ഈ ഒരു നേഴ്സ് ആ വാച്ച് അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഉടനെ തന്നെ അയാൾ അത് ഊരി പോക്കറ്റിലിടുകയും ചെയ്യും. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു പിച്ചക്കാരൻ ചാടി എഴുന്നേറ്റ് അബോധാവസ്ഥയിലും താങ്ക് യു എന്ന് പറയുന്നു. അയാൾക്ക് അത് ബോധമില്ലാണ്ട് പറഞ്ഞു തരിക്കുന്ന കരുതി ആ നേഴ്സ് ആ വാച്ച് എടുത്ത് പോക്കറ്റിലിട്ട് ഓഫീസിലേക്ക് വരുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാച്ച് കയ്യിലിടാൻ ധൃതിയായിട്ട് അയാൾ ഉടനെ തന്നെ അതെടുത്ത് കയ്യിലിടുന്നു. പക്ഷെ കയ്യിലിട്ട് ഉടനെ തന്നെ ആ വാച്ച് അതിവേഗത്തിൽ കറങ്ങാൻ ആരംഭിക്കുന്നു. അപ്പൊ അയാൾ വിചാരിക്കും അതിനെന്തോ തകരാറ് സംഭവിച്ചതാണെന്ന്. അപ്പൊ കറക്റ്റ് സമയം തന്നെ ഇവന്റെ ഒരു ഫ്രണ്ടും അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. നോക്കുമ്പോൾ ഇവനിക്ക് പെട്ടെന്ന് എന്തോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ ഫ്രണ്ടിനെ തോന്നുന്നു. ഉടനെ തന്നെ ഫ്രണ്ട് ഒരു കണ്ണാടി എടുത്ത് ഇവന്റെ ഫേസ് കാണിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ അവനിപ്പോ 20 വയസ്സ് കൂടുതൽ കടന്നു പോയിരിക്കുകയാണ്. ഈ ഒരു വാച്ചാണ് അതിന്റെ കാരണക്കാരൻ എന്ന് അവനിക്കപ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് ആ വാച്ച് വരാൻ ശ്രമിക്കുന്നെങ്കിലും പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഉടനെ തന്നെ ആ ഒരു പിച്ചക്കാരന്റെ റൂമിലേക്ക് അയാൾ വരുന്നു. വന്നു നോക്കുമ്പോൾ അവിടെ പിച്ചക്കാരൻ ഉണ്ടായിരുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അയാളോട് ഇവിടെ കിടന്ന പിച്ചക്കാരൻ എവിടെയെന്ന് ഇവൻ ചോദിക്കുന്നു. അപ്പൊ അയാൾ മറുപടി പറയും, ഞാനായിരുന്നു ആ പിച്ചക്കാരൻ. പക്ഷെ നിങ്ങളുടെ അത്യാഗ്രഹം കാരണമാണ് എനിക്ക് എന്റെ യൗവനം തിരിച്ചു കിട്ടിയതെന്ന്. ഈ ഒരു സാഹചര്യത്തിനെ പറ്റി പഴഞ്ചൊല്ല് കമന്റ് ചെയ്യണേ.